ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ചെമ്മീനിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഒരു സ്പൂണ് വിനീഗറാണ് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുക, നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചെമ്മീൻ്റെ തല സെപ്പറേറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. തലയോടൊപ്പം വെച്ച് തന്നെ മുറിച്ചിട്ടും വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നിവിടെ കറണ്ട് ഇല്ല ഗൈസ്. എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് കിച്ചൻ്റെ സൈഡ് കുന്നാണ്. അപ്പോൾ അതുകൊണ്ട് കിച്ചണിലോട്ട് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. കുന്നായതുകൊണ്ട് വെളിച്ചം കുറവാണ്. അപ്പോൾ അതിന് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ച 3 വലിയ സവാളയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാതെ കുറച്ച് ടൈം ഇങ്ങനെ വഴറ്റിയെടുക്കണം. വഴന്ന് കുറച്ച് കളറ് മാറുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളി വെന്ത് പടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണമൊന്ന് മാറുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാല, 1 സ്പൂണ് ഫിഷ് മസാലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ മസാലകളൊക്കെ വളരെ കുറച്ചായിട്ട് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മൾ ചെമ്മീനിലോട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ചെറുങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലോട്ടിടാം. ഇത് നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. 1/2 മണിക്കൂറെങ്കിലും ചെമ്മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. എന്നാലും അതിലോട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കുള്ളൂ. എന്നിട്ട് കറി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. മസാലയും മീനൊക്കെ ഒന്ന് ഒത്തുചേരുന്നത് വരേക്കും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിത് ഇന്ന് ഇവിടെ തേങ്ങ അരച്ചിട്ട് കറി വെക്കാനാണ് പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. ചെമ്മീൻ നമ്മളിവിടെ കാസർഗോട്ടുകാർ ചെമ്മീൻ നല്ല തേങ്ങ അരച്ച് ചാറാക്കലുണ്ട്. അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കറി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കറി വെക്കും ഞാൻ വല്ലപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് തേങ്ങ കറിയാണ് ഉണ്ടാക്കൽ. നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ നോക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി ഞാൻ പാകത്തിനൊക്കെ ഉപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി വേവാനുണ്ട് ചെമ്മീൻ. അങ്ങനെ കുറച്ചും കൂടി വേവിച്ച് ഇവിടെ നല്ലോണം തിളക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെമ്മീനിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി. അപ്പോൾ നമ്മളിവിടെ
ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.